കൊച്ചി കളമശ്ശേരി സർക്കാർ മെഡിക്കൽ കോളേജിലെ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിച്ച് പോലീസ്. മെഡിക്കൽ കോളേജിലെ ജനന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിച്ചു തുടങ്ങി. അതേസമയം കേസിൽ പോലീസ് ഒത്തുകളിക്കുകയാണെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം. ലാത്തി ചാർജിൽ ഒരാൾ പരിക്കേറ്റു. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ നിലവിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അനിൽകുമാർ, ആശുപത്രിയിലെ നഗരസഭാ ജീവനക്കാരി രഹ്ന എന്നിവരാണ് നിലവിൽ പ്രതിസ്ഥാനത്തുള്ളത്. എന്നാൽ സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. യുവതിയുടെ പേരിൽ OP IP ചീട്ടുകൾ എടുത്തതായി രേഖയുണ്ടാക്കിയെന്ന് കണ്ടെത്തി. എന്നാൽ യുവതി ആശുപത്രിയിലെത്തിയിട്ടില്ല. ഗൈനക്കോളജി ഡോക്ടറുടെ പങ്കും സംശയനിഴലിലാണ്. മെഡിക്കൽ കോളേജിലെ ജനന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഫയലുകൾ പോലീസ് പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട്. CCTV ക്യാമറ ദൃശ്യങ്ങളും ജനന വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ ഇലക്ട്രോണിക്സ് തെളിവുകളും ശേഖരിച്ചു വരികയാണ്. അതേസമയം കുഞ്ഞിനെ കൈവശം വെച്ച തൃപ്പൂണിത്തുറ സ്വദേശികളായ ദമ്പതികൾ മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.